ഹായ് ഫ്രണ്ട്സ്, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇലത്തോരനാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, എന്നാൽ അധികം പേരും കേട്ടിട്ട് ഉണ്ടാവുകയില്ല. അതുപോലെ ഒരു ചീര ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ചീരമാൻസ, അല്ലെങ്കിൽ മെക്സിക്കൻ ചീര എന്ന് പറയുന്ന ഒരു ചീര. ഈ ചീര ഒത്തിരി വിറ്റാമിൻ ഉള്ളതും അതുപോലെ തന്നെ ശരീരത്തിന് ഒത്തിരി പ്രയോജനമുള്ള ഒരു ചീര ഇനമാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു രീതിയിൽ കൂടെ തന്നെ നമ്മളത് ഉപയോഗിക്കണം. അപ്പം നമുക്കിന്ന് ഈ ചീരയെന്ന് പറിച്ചെടുക്കാം. ഇത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഒരു തണ്ട് എനിക്ക് ഒരിടത്തു നിന്ന് ഒരാൾ തന്നതാണ്. അത് നമ്മൾ സാധാരണ രീതിയിൽ വലിയ വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട, വെറുതെ കൊണ്ട് കുത്തി വെച്ചാൽ മതി. അതിൽ ചുവട്ടിൽ ധാരാളം ഇങ്ങനെ ചുവട്ടിൽ തണ്ടുകളുണ്ടായിട്ട് അതിൻ്റെ ഇളത്ത ഇല വേണം നമ്മൾ ഒടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആ ഇളത്ത ഇല ഒടിച്ചു. അതിനോടൊപ്പം തന്നെ ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട്. അതിന് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ചീര ആദ്യം തന്നെ നല്ലതായിട്ട് ഒടിച്ച് അതിനൊരു കറയുണ്ട്. അപ്പോൾ ആ കറ കളയാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ ഒരു മണിക്കൂർ വെച്ചു. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് കോരിയെടുക്കാം. എന്നിട്ട് അതിന് വേണ്ടുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനെ കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് നല്ലതായിട്ട് കടുക് പൊട്ടിച്ച് വഴറ്റി മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടി ഇട്ടു. അതിനകത്ത് കുറച്ച് നാളികേരം കൂടെ ചേർത്ത് അതിൻ്റെ എല്ലാ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് പോയി നല്ലതായിട്ടൊന്ന് വാടി വരുമ്പം ഈ ഇല നമ്മൾ എങ്ങനെയാണെങ്കിലും കുറേ അധിക സമയം ഒടിച്ച് അതിൻ്റെ തണ്ടെടുക്കേണ്ട, ഇല മാത്രം എടുത്താൽ മതി. അതിനൊരു കറയുണ്ട്. ആ കറ നമ്മൾ കപ്പയുടെയൊക്കെ കട്ട് പോലെ തന്നെ ആ കറ നമ്മൾ കളഞ്ഞെടുക്കണം. മിക്കവരും ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇല മുക്കി വെച്ച് അരമണിക്കൂറിന് ശേഷം അത് ഞെക്കി പിഴിഞ്ഞെടുത്ത് അരിഞ്ഞാണ് എടുക്കുന്നത്. ഞാൻ പിന്നെ തിളച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളത്തിൽ കറയെല്ലാം കളയാൻ വേണ്ടി ഒരു മുക്കാൽ മണിക്കൂറോളം ഇട്ടിട്ടാണ് എടുത്തത്. പക്ഷേ അങ്ങനെ എടുത്തിട്ടും നല്ല ടേസ്റ്റായിരുന്നു. കഴിയുന്നതും ഇതിനകത്തോട്ട് നമ്മൾ അലുമിനിയം പാത്രം ഉപയോഗിക്കാനേ പാടില്ല. സ്റ്റീൽ പാത്രം അല്ലെന്നുണ്ടെങ്കിൽ മൺചട്ടി അങ്ങനത്തെ പാത്രങ്ങളാണ്. ഞാൻ നോൺ സ്റ്റിക്ക് പാനിനകത്താണ് ഇത് തോരൻ ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു തോരനാണ്. നമുക്ക് ഒരു കയ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സൂപ്പർ തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.